വചനജായ 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 വചനജായ. വെളിച്ചത്തിൻ്റെ മക്കൾ ലേശം കൂടി ഉണർവുള്ളവരാകണം, ലേശം കൂടി ബുദ്ധിശാലികളാകണം. ഈശോയുടെ ഈ ഞായറാഴ്ചത്തെ സന്ദേശം ഇതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ആണ്ടുവട്ടത്തിലെ 25-ാം ഞായറാഴ്ച തിരുസഭാ മാതാവ് നമുക്ക് സുവിശേഷ വായനയ്ക്കായി നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വെളിച്ചത്തിൻ്റെ മക്കൾ കൂടുതൽ ഉണർവുള്ളവരാകണമെന്ന്, കൂടുതൽ ഇടപെടുന്നവരാകണമെന്ന്, കൂടുതൽ ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നവരാകണമെന്ന് പറയാൻ ഈശോ ഒരു ഉപമ പറയുകയാണ്. എന്താണത്? അവിശ്വസ്തനായ കാര്യസ്ഥൻ്റെ ഉപമയാണ്. ഒരു യജമാനന് ഒരു കാര്യസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നടപടികൾ അത്ര ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടതോടെ യജമാനൻ കാര്യസ്ഥനെ പറഞ്ഞുവിടാൻ തീരുമാനിക്കുന്നു. അവിടെ ഈ കാര്യസ്ഥൻ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. അപ്പോൾ ഈ ജോലി പോയാൽ എന്തു ചെയ്യും? മറ്റുള്ളവർ എന്നെ അവരുടെ കൂടാരങ്ങളിൽ സ്വീകരിക്കണം, മറ്റുള്ളവർക്ക് ഞാൻ സ്വീകാര്യനാകണം, അവരുടെ സഹായത്തോടെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിനുവേണ്ടി അദ്ദേഹം വളരെ പ്രോംപ്റ്റായിട്ട് നീങ്ങുകയാണ്. എന്താ ചെയ്യുന്നത്? ഒരാളോട് ചോദിക്കുന്നു, നിനക്കെന്താ യജമാനന് തിരികെ കൊടുക്കാനുള്ളത്? എന്താ? ഇത്രയുമാണ്. ഓക്കെ, അതിൻ്റെ പകുതി മതി എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുന്നു. വേറൊന്ന്, അത് ഇത്രയുമാണ്, അതിൻ്റെ ഇത്രയും കുറച്ച്. ചുരുക്കി പറഞ്ഞാൽ കടക്കാരുടെ കടങ്ങൾ കുറച്ചു കൊടുത്ത് അവരുടെ പ്രീതി കാര്യസ്ഥൻ നേടിയെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഉപമ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മളിൽ പലർക്കും ഒരു സംശയം ഉണ്ടാകാറുണ്ട്. ഈശോ അധാർമികമായ ഇയാളുടെ പ്രവൃത്തിയെ ഈശോ ശ്ലാഘിക്കുകയാണോ? അത് ഉത്തമമാണ് എന്ന് ഈശോ പറയുകയാണോ? ഒരിക്കലും ഇല്ല. ഈശോയ്ക്ക് അങ്ങനെ ഒരിക്കലും പറയാനും ആവില്ല. മൂല്യങ്ങളുടെ മൂർത്തീരൂപമാണ് ഈശോ. സത്യത്തിൻ്റെ മൂർത്തീരൂപമാണ് ഈശോ. അതുകൊണ്ട് അധാർമികതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉപമയാണിത് എന്ന വായന തെറ്റായ വായനയാണ്. പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥമറിയണമെങ്കിൽ 8-ാം വാക്യം ശ്രദ്ധാപൂർവം നമ്മൾ വായിക്കണം. ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിശാലികളാണ്. ഈ അവിശ്വസ്തനായ കാര്യസ്ഥൻ ചെയ്ത കാര്യം പറഞ്ഞിട്ട് ഈശോ അത്തരം പ്രവൃത്തികളെ വിളിക്കുന്നത് എന്താണ്? ഈ യുഗത്തിൻ്റെ മക്കൾ, അവരുടെ പ്രവൃത്തികൾ എന്നർത്ഥത്തിലാണ്. പക്ഷേ ഈശോ അവിടെ ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഈ യുഗത്തിൻ്റെ മക്കളും വെളിച്ചത്തിൻ്റെ മക്കളും. വിശ്വാസികൾ, സഭാംഗങ്ങൾ, ക്രിസ്തു ശിഷ്യന്മാർ വെളിച്ചത്തിൻ്റെ മക്കളാണ്. പക്ഷേ ഈ യുഗത്തിൻ്റെ മക്കൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൽ എത്ര ഉണർവോടെ, എത്ര പ്രോംപ്റ്റായിട്ട്, എത്ര വേഗത്തിൽ, എത്ര കൃത്യമായി, സമയബന്ധിതമായി, എത്ര ഉത്സാഹത്തോടെ, എത്ര ഉണർവോടെ, എത്ര ചിന്തിച്ച് ഇടപെടുന്നു. എന്നാൽ വെളിച്ചത്തിൻ്റെ മക്കൾ അങ്ങനെ അല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈശോ തൻ്റെ ശിഷ്യരിൽ നിന്നും, ക്രൈസ്തവ വിശ്വാസികളിൽ നിന്നും അല്പം കൂടി ഉണർവ് പ്രതീക്ഷിക്കുന്നു.
അല്പം കൂടി പ്രോംപ്റ്റ്നെസ് പ്രതീക്ഷിക്കുന്നു, അല്പം കൂടി ഉത്തരവാദിത്വ ബോധപൂർവമായ പെരുമാറ്റം പ്രതീക്ഷിക്കുന്നു, അല്പം കൂടി ഉണർവ് പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ആദർശപരമായി മുന്നിൽ നിൽക്കുന്ന പലരും നിശബ്ദതയാണ് അവരുടെ മുഖമുദ്ര. എന്നാൽ കയ്യിൽ ഒരു ആദർശമില്ലാത്തവൻ വളരെ സ്മാർട്ടായിട്ട്, വളരെ ആക്റ്റീവായിട്ട് നിലകൊള്ളുന്നതും കാണാം. ഈശോ തന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ശക്തമായ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ, ചിന്തകൾ, പദ്ധതികൾ ആഗ്രഹിക്കുന്നു. ഇനി ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈശോ ഈ ഉപമ പറഞ്ഞിട്ട് അടുത്ത 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തട്ടിപ്പും വെട്ടിപ്പും നടത്തി അതുകൊണ്ട് സ്നേഹിതരെ സമ്പാദിക്കുക എന്നല്ല. ഇവിടെ അദിക്കിയോസ് എന്ന അഡ്ജക്റ്റീവിന് ട്രാൻസ്ലേഷൻ പല ബൈബിൾ ട്രാൻസ്ലേഷൻസിലും ലൗകിക സമ്പത്ത് കൊണ്ട് എന്നാണ്, എർത്ത്ലി റിച്ച്നെസ് എന്ന് ആണ് ട്രാൻസ്ലേഷൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഭൂമിയിലെ സമ്പത്തും അനന്തതയിലെ സമ്പത്തും, ഇതാണ് കോൺട്രാസ്റ്റ്. ഇത് മനസ്സിലാകണമെങ്കിൽ ഈ ഭാഗത്തിന്, ഈ ഉപമയ്ക്ക് തൊട്ടു പിന്നാലെ വരുന്ന ഉപമ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതേതാ? ധനവാനും ലാസറുമാണ്. ഈ ഭൂമിയിലെ ധനം ഒത്തിരി ഉണ്ടായിരുന്നയാളാണ് ധനവാൻ. പക്ഷേ ആ ധനം കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒന്ന് മനസ്സ് വച്ചാൽ മതിയായിരുന്നു പടിവാതിൽക്കലെ ലാസറിൻ്റെ വിരൽ തുമ്പൊന്ന് പിടിച്ച് ഉയർത്താൻ. അതോടെ അദ്ദേഹം സ്വർഗത്തിൽ എത്തുമായിരുന്നു, നിത്യകൂടാരങ്ങളിൽ എത്തുമായിരുന്നു. പക്ഷേ സമ്പത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ വലിയ ഭോഷത്വമാണ് കാണിക്കുന്നത്. ഈ ചെറിയ സമ്പത്ത് പോലും വേണ്ട വിധം വിനിയോഗിക്കാൻ അറിയാത്തവരെ പോലെ, വിവേകമില്ലാത്തവരെ പോലെ അവർ പെരുമാറിയാൽ പിന്നെ നിത്യതയാകുന്ന സമ്പത്ത് അവരുടെ കയ്യിലേക്ക് എങ്ങനെ കൊടുക്കും? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഞായറാഴ്ചയിൽ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ കൂടുതൽ ഉണർവിലേക്ക്, കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തിലേക്ക്, കൂടുതൽ സുചിന്തിതമായ പ്രവൃത്തികളിലേക്ക്, കൂടുതൽ തീക്ഷ്ണമായ ഇടപെടലുകളിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. വെളിച്ചത്തിൻ്റെ മക്കൾ ഈ യുഗത്തിൻ്റെ മക്കളോടൊപ്പമോ ഈ യുഗത്തിൻ്റെ മക്കളെക്കാളോ കൂടുതൽ ഉണർവുള്ളവരാകണം എന്ന് ഉദ്ധിതൻ ഇന്ന് നമ്മോട് പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനജായ 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 വചനജായ